വയനാട് വൈപ്പടിയിലെ വയോധികയുടെ കൊലപാതകത്തിൽ നിർണായക വഴിത്തിരിവ്. വൈപ്പടി സ്വദേശിനി 85-കാരി ഫാത്തിമയെ കൊലപ്പെടുത്തിയത് ഒരു 17-കാരനാണ്. പണം ചോദിച്ചിട്ട് നൽകാത്തതിന്റെ വൈരാഗ്യത്തിലാണ് കൊല നടത്തിയത്. ഇക്കഴിഞ്ഞ മെയ് 24-നായിരുന്നു സംഭവം. ഫാത്തിമയെ ക്രൂരമായി മർദ്ദിച്ച് വീടിന്റെ കിടപ്പുമുറിയിൽ വെച്ച് കഴുത്തിൽ വള്ളി ചുറ്റി കൊലപ്പെടുത്തുകയായിരുന്നു. 17-കാരനെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് കൈമാറി. കൊലപാതകം നടന്ന് 22 ദിവസത്തിന് ശേഷമാണ് പ്രതി പിടിയിലാകുന്നത്. ജയരാജ് ബത്തേരി ചേരുന്ന വിവരങ്ങളുമായി. ജയരാജ്, ഈ ഫാത്തിമയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ പോലീസിന് യാതൊരു സൂചനയും ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ഈ 17-കാരനിലേക്ക് അന്വേഷണം എത്തിയത്? ഈ കൊലപാതകത്തിന്റെ കാരണം എന്താണ്? ടോം, നമുക്കറിയാം, കഴിഞ്ഞ മെയ് 24-നാണ് വയനാട്ടിലെ കോട്ടത്തറ വൈപ്പടി സ്വദേശിനി 85 വയസ്സുകാരിയായ ഫാത്തിമ കൊല്ലപ്പെട്ടത്. ഈ ഫാത്തിമ കൊല്ലപ്പെട്ടതിന് ശേഷം തന്നെ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടന്നിരുന്നെങ്കിലും പ്രതിയെ പിടിക്കാനായിരുന്നില്ല. ഏതാണ്ട് 22 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ പ്രതി പിടിയിലായിട്ടുള്ളത്. ഒരു 17 വയസ്സുകാരനാണ് എന്നുള്ളതാണ് ഏറ്റവും നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം. എന്തായാലും ഈ പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് കഴിഞ്ഞ 10-22 ദിവസമായി നടത്തുകയാണ്. പക്ഷേ ഈ യുവാവിനെ ചൂണ്ടിക്കൊണ്ട് തന്നെയായിരുന്നു ഈ പോലീസിന്റെ ഒരു അന്വേഷണം നടന്നത്. അതിന്റെ കാരണം ഈ 17 വയസ്സുകാരൻ ഇദ്ദേഹം ഇതിനു മുമ്പ് സമാനമായ ചില ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാരണം തൊട്ടടുത്തുള്ള ഒരു വയോധികയെ ആക്രമിച്ച് കവർച്ച നടത്താൻ ഉള്ള ഒരു ശ്രമം ഇദ്ദേഹം നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിലെല്ലാം കവർച്ച നടത്തുന്ന ഒരു 17-കാരനാണ്. ഇതിനു മുമ്പ് ദുർഗുണ പരിഹാര പാഠശാലയിലൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ എന്നാലും സംശയത്തിന്റെ പേരിലാണ് ഇദ്ദേഹത്തെ അന്വേഷിച്ച്, അല്ലെങ്കിൽ ഈ കുട്ടിയെ ആണ് ഇതിലെ പ്രതി എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത്. എന്തായാലും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ കീഴിലാണ് ഉള്ളത് ഇപ്പോൾ ഈ 17-കാരൻ. തീർച്ചയായും ജയരാജ് സൂചിപ്പിച്ചതുപോലെ ഇതിനു മുൻപും സമാനമായ ഒരു കുറ്റകൃത്യത്തിൽ ഇയാൾ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള സൂചനയുണ്ട്. അതായത് ഈ കവർച്ച, പിടിച്ചുപറി, ഇതുപോലെ അക്രമങ്ങൾ, ഇങ്ങനെയുള്ള കേസുകളിലായിരുന്നോ ഈ 17-കാരൻ പിടിക്കപ്പെട്ടിട്ടുള്ളത്? ഇയാളുടെ ഈ പശ്ചാത്തലം, ഈ ക്രിമിനൽ പശ്ചാത്തലമാണോ പോലീസിന് ഈ പ്രതിയെ, ഈ 17-കാരനെ പോലീസ് സംശയിക്കാനുള്ള കാരണമായത്? തീർച്ചയായും ഇതിനു മുമ്പ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു വയോധികയെ ഇതുപോലെ തന്നെ ഈ 17-കാരൻ ആക്രമിച്ച് കവർച്ച നടത്താൻ ശ്രമിച്ചിരുന്നു. അത് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഏതാണ്ട് ഒരു 6-7 മാസത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ആ ഭാഗങ്ങളിലുള്ള കവർച്ചയ്ക്കെല്ലാം ഇദ്ദേഹം അല്ലെങ്കിൽ ഈ കുട്ടി മുൻപന്തിയിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ 17 വയസ്സുകാരനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ആയിരുന്നു പോലീസിന്റെ അന്വേഷണം. എന്നാലും അതുപോലെ തന്നെ അന്ന് ഡോഗ് സ്ക്വാഡ് വന്നപ്പോഴും പല സ്ഥലങ്ങളിലേക്ക് ഡോഗ് സ്ക്വാഡ് പോയെങ്കിലും അന്വേഷണം വേറെ രീതിയിലേക്കൊക്കെ പോയിരുന്നു. പക്ഷെ പോലീസിന്റെ ഒരു കണ്ണില് ഈ ഒരു 17-കാരൻ തന്നെയായിരുന്നു. നാട്ടുകാരും പ്രതിഷേധം ഉണ്ടാക്കിയിരുന്നു, ഈ ആളാണ്, സംശയമുണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷെ ഒടുവിൽ ഇപ്പോൾ കേസ് തെളിഞ്ഞിരിക്കുന്നത് ഈ 17-കാരൻ തന്നെയാണ് എന്നുള്ളതാണ്. വ്യക്തമാണ്. ജയരാജ് ബത്തേരിയാണ് വിവരങ്ങൾ നൽകിയത്. 85-കാരി ഫാത്തിമയെ കൊലപ്പെടുത്തിയ കേസിലാണ് 17-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 22 ദിവസത്തിന് ശേഷമാണ് ഈ പ്രതിയിലേക്ക് പോലീസിന് അന്വേഷണം എത്താൻ കഴിഞ്ഞത്. കാരണം പല രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു 17 വയസ്സുള്ള കുട്ടിയാണ്, ഒരു 17-കാരനാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായും പോലീസിനെ ഇയാളാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ചില തെളിവുകൾ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ ലഭിക്കുന്നത്. പ്രതിയെ പോലീസ് ചോദ്യം ചെയ്യുന്നത്. ഒടുവിൽ ഈ 17-കാരൻ തന്നെയാണ് കൊലയാളിയെന്ന് ഉറപ്പിക്കുന്നു. അങ്ങനെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ്. സമാനമായ കുറ്റകൃത്യങ്ങളിൽ നേരത്തെ ഏർപ്പെട്ടിട്ടുണ്ടെന്നും ഇതുപോലെ തന്നെ ഒരു കവർച്ചയ്ക്കിടെ മറ്റൊരാളെ കൊലപ്പെടുത്താൻ ഇയാൾ ശ്രമിച്ചിട്ടുണ്ടെന്നും ആണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. ജയരാജ് ബത്തേരിയാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.